Good morning, guys. നവംബർ ആയല്ലേ, മഞ്ഞും വരാൻ തുടങ്ങി. ഓക്കെ, ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനൽ. സൈമൺ വർഗീസ് ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റഗ്രാം വെൽക്കംസ് യു ഓൾ. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ, സക്സസ്ഫുൾ ഡേ ഓൾസോ. ഓക്കെ, നമ്മൾ 2 ദിവസമായി ഞാൻ ശാലം റെസ്റ്റിലൊക്കെ ആയിരുന്നു. വായനയും പഠനവും എഴുത്തും കുറിപ്പുണ്ടാക്കലൊക്കെ ആയിരുന്നു. നമ്മുടെ നാട്ടിൽ പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഒരു MLA അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ. അതിൻ്റെ ശരിയും തെറ്റുമൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ, നമുക്കത് വിട്ടുകളയാം അല്ലേ. എന്തായാലും മിടുക്കനായ ഒരു പയ്യനായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവൻ ഭാവിയുടെ വാഗ്ദാനമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ കേസും കുറ്റവും നമുക്കറിയില്ലല്ലോ, അറിയാത്ത കാര്യത്തെപ്പറ്റി അഭിപ്രായം പറയുന്നത് ശരിയുമല്ല. ഓക്കെ, എനിഹോ ഒരടിപൊളി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അല്ലേ. ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്താൻ കിട്ടുന്നൊരവസരമാണ്. അത് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എപ്പോഴും പറയും, ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും പറയും, ഈ തെരഞ്ഞെടുപ്പ് ഗവൺമെൻറ് പ്രവർത്തനത്തെ വിലയിരുത്താനുള്ള ഒരു തെരഞ്ഞെടുപ്പാണെന്ന് പറയും. ആ ചങ്കുറ്റം അതെ, നമുക്കും അങ്ങ് അറിയാം. പക്ഷേ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്കിലേക്ക് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ ആ ബുദ്ധിയൊക്കെ അങ്ങ് വിടും. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, ജാതി ചിന്തകൾ, വർഗക്കോമരങ്ങളൊക്കെ ഇറങ്ങി വരും. പക്ഷെ ഒന്നേ പറയാനുള്ളൂ, ഒരു സംസ്ഥാന സർക്കാർ ശക്തമാകണമെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾ ശക്തമാണ്. ഞാൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഒരു സീനിയർ ഓഫീസറായിരുന്നുകൊണ്ടായി പറയുന്നത്. കാരണം ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളിൽ ഏറ്റവും ഗൗരവപ്പെട്ടതെല്ലാം നടപ്പാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ്. അപ്പോൾ അവിടെ വരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളാണ്, നേതാക്കന്മാരാണ് ശരിക്കും ഏറിയ കൂറും പണം ചെലവഴിക്കുകയും സ്ക്രൂട്ടിനിയൊക്കെ ചെയ്യുന്നത്. ഗവൺമെൻറ് നിരീക്ഷണങ്ങളും പരിശോധനകളും മാത്രമേ ഉള്ളൂ. അപ്പം സ്വാഭാവികമായും ഏറ്റവും ശക്തമായ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. നമ്മുടെ മെമ്പർ, നമ്മുടെ കൗൺസിലർ ആരായിരിക്കണമെന്ന് ഗൗരവത്തോടെ ആലോചിക്കണം. ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ നിറത്തിൻ്റെയോ കണക്കൂട്ടിലല്ല തീരുമാനിക്കേണ്ടത്. ക്രയശേഷിയുണ്ടോ, നാടിനോടൊപ്പം നിൽക്കുമോ, അഴിമതി കാണിക്കുമോ എന്നൊക്കെ നമ്മൾ നോക്കേണ്ടത്, നോക്കി കാണേണ്ടത്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ അനുജന് പോലും വോട്ട് ചെയ്യാൻ പറ്റാതെ വരും. നമുക്കറിയാം അനുജൻ്റെ സ്വഭാവം. അതുകൊണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. നമുക്ക് ഇതിൻ്റെ പുറകെ അസംബ്ലി വരുന്നുണ്ട്. സാധാരണ കേരളത്തിൽ വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വോട്ട് ചെയ്യുമ്പോൾ ഒരു രീതി, അസംബ്ലിയിലേക്ക് ചെല്ലുമ്പം വേറൊരു രീതി, പാർലമെൻറ്റിലേക്ക് ചെല്ലുമ്പോൾ വേറൊരു രീതി, അങ്ങനെയാണ്. അതൊരു പരിധിവരെ നമ്മളെ ഗുണം ഉണ്ടാകാതിരുന്നിരിക്കുക. എന്നാൽ ഇനി നമുക്ക് ശക്തമായി ചിന്തിക്കേണ്ടതുണ്ട്. നാടിൻ്റെ വികസനവും നാട്ടുകാരുടെ വികസനവും എല്ലാം നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. അപ്പം ഗൗരവമായി ഈ തെരഞ്ഞെടുപ്പിനെ കാണണം, കൃത്യമായി വോട്ട് ചെയ്യണം, പ്രതിഭാശാലികളെയും പ്രഗത്ഭരെയും വിജയിപ്പിക്കണം. ഈ തുടരെ മത്സരിക്കുന്ന ആശാന്മാരുണ്ട്, ഒരഴിമതിയുടെ ആശാന്മാരും ആശാട്ടികളുമാണ്. അവരെ ജയിപ്പിക്കരുത്. അത് ഒരെണ്ണല്ല 2 തവണ കൂടി ഒരാളെയും വിടരുത്. അത് അസംബ്ലിയിലാണേലും പാർലമെൻറ്റിലായാലും പഞ്ചായത്തിലാണേലും മുനിസിപ്പാലിറ്റി ആണേലും അങ്ങനെ ഒരു തീരുമാനം എടുക്കണം. എങ്കിലേ ഈ നാടിന് ഗുണപ്പെടുകയുള്ളൂ. മറ്റേത് പല പ്രാവശ്യം നിന്ന് ജയിച്ച് കഴിയുമ്പം അവർ മനസ്സിലാക്കും, നമ്മുടെ സൈക്കോളജിക്കൽ ന്യൂനതകളെല്ലാം കണ്ടുപിടിച്ച് അതനുസരിച്ച് പെരുമാറാൻ തുടങ്ങും. ഒന്നും ചെയ്യണ്ട, ഒരു മരണം ഉണ്ടായാൽ ആ വീട്ടിൽ പോയി നിന്ന് അതെല്ലാം നോക്കിക്കണ്ട് ഡയലോഗ് അടിച്ച് പോയാൽ മതി. ചിലർക്ക് അങ്ങനെ വിവാഹവേദിയിൽ ഓടിയെത്തുക, കൈപൊക്കുക, ഭക്ഷണം പോലും കഴിക്കാതെ പോയാൽ മതി, സന്തോഷം. ഇതൊക്കെ അവർ നോക്കുന്നത്. അവർക്ക് നാടോ നാട്ടുകാരോ വളരണമെന്നില്ല. കാരണം അവരുടെ ആവശ്യത്തിന് പണമുണ്ട്, അവർക്ക് വേണ്ടത് പ്രതാപവും പ്രചരണവും. അപ്പോൾ അതിന് ദുരുപകരിക്കും. അപ്പോൾ അത് കണ്ട് ഈ ആശാന്മാർ നിൽക്കും. നമ്മളെ കാണുമ്പോഴോ, പാവപ്പെട്ട നമ്മളെ കാണുമ്പോൾ വേറെ രീതിയാണ്. അവർ പ്രൊഫഷണലാണ്. ഈ മത്സരിച്ച്
പല പ്രാവശ്യം ജയിച്ച് കഴിയുമ്പോൾ ഒരു പ്രൊഫഷണൽ ആക്ടറായി മാറി. അവരെ സിനിമയിൽ അഭിനയിപ്പിക്കണം. അഭിനയമാണ്. അവർക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അഭിനയിപ്പിക്കാൻ നല്ല കഴിവാണ്. അപ്പോൾ അത്തരക്കാരെ തൂത്തെറിയണം. എനിക്ക് ഒത്തിരി പേരെ പേരെടുത്ത് പറയാൻ അറിയാം. വലിയ വലിയ അഴിമതിക്കാർ തുടരെയായിട്ട് പല നിന്ന് ജയിച്ചു വരുന്നവരെ എനിക്കറിയാം. പക്ഷെ ഞാൻ പറയുന്നില്ല, പേര് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുക്കുക. പുതിയൊരാൾ പോട്ടെ, എന്ത് വരും നമുക്ക് നോക്കാം. അപ്പോൾ അത്തരത്തിൽ മിടുക്കന്മാരെയും മിടുക്കുകളെയും തിരഞ്ഞെടുത്തുകൊണ്ട് ഈ സംസ്ഥാനത്തെ ആകെ ഒരു വികസനത്തിന് കുതിപ്പിൽ വരാൻ പോകുന്ന ഗവൺമെൻറ്റിൻ്റെ പിന്നിൽ അണിനിരത്തുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്ക് ഏറ്റെടുക്കാം. കൃത്യമായി വോട്ട് ചെയ്യണം. അതും കഴിയുന്ന നേരത്തെ പോയി വോട്ട് ചെയ്യണം. താമസിപ്പിക്കാൻ നിൽക്കേണ്ട, ചൂടോടെ വോട്ട് ചെയ്യണം. പണ്ട് നമുക്ക് വോട്ട് ചെയ്യണമെങ്കിൽ 10 രൂപ കര അടയ്ക്കേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. അവിടുന്ന് പടപൊരുതി മഹാത്മജിയെ പോലെ, നെഹ്റുവിനെ പോലെ ഉള്ളവർ, ദീക്ഷണശാലികൾ, സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ളവർ നേതൃത്വം നൽകി അനേകരുടെ രക്തം വീണാണ് ഇവിടെ നമ്മൾ രക്തരൂഷിത വിപ്ലവമല്ല നടത്തിയത്, സമാധാനത്തിന് സമരം. എങ്കിൽ പോലും ധാരാളം പേർ സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ കിട്ടിയ ഈ സ്വാതന്ത്ര്യം, വോട്ടവകാശം നമുക്ക് കൃത്യമായി വോട്ട് ചെയ്യണം. ആവേശത്തോടെ വോട്ട് ചെയ്യണം. ചെയ്യുമ്പോൾ ഓർത്തുകൊള്ളുക, എത്ര പുഞ്ചിരിയും എത്ര കെട്ടിപ്പിടുത്തു നിന്നാലും 2ൽ കൂടുതൽ നിൽക്കുന്നവനെ തോൽപ്പിച്ച് കൈ കൊടുക്കണം. അവനെ ഏൽപ്പിക്കരുത്. അതെന്ത് തന്നെ എക്സ്ക്യൂസസ് പറഞ്ഞാലും അത് പഞ്ചായത്തിലായാലും അസംബ്ലിയിലായാലും പാർലമെൻറ്റിലാണെങ്കിലും ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. എന്തായാലും കാത് കുത്തിയാൻ പോയാൽ കടുക്കനിട്ടവൻ വരും. നമ്മുടെ കാരണവന്മാർ പറഞ്ഞിട്ടില്ലേ, ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ പത്രങ്ങൾ മുഴുവൻ പ്രശ്നങ്ങൾ മുഴുവൻ നീ എന്ത് ചെയ്യും ഇന്ത്യ, വാട്ട് വിൽ വി ഡു, എന്നിട്ട് നമ്മൾ ഡു ചെയ്തില്ലേ. മിടുക്കനായ സഞ്ജയ് ഗാന്ധി വന്നു, അത് കഴിഞ്ഞ് മൻമോഹൻ സിംഗ് വന്നു, ഇപ്പം മോദിജി വന്നു അല്ലേ. ഈ രാജ്യം മുമ്പോട്ട് പോകും, ആരും മസിൽ പിടിക്കേണ്ട. അപ്പം തുടർച്ചയായി വിജയിപ്പിക്കണം എന്നുള്ള അവരുടെ ആവശ്യം നിരാകരിച്ചുകൊണ്ട് മിടുക്കന്മാരെ മിടുക്കുകളെ നമുക്ക് വിജയിപ്പിക്കാം. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്.